I'm Captain Jack Sparrow. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിലും പലരും ഉണ്ടാക്കിയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് അട്രാക്ഷൻ തോന്നിക്കാനായിട്ട് ഞാൻ പണ്ടത്തെ ഒരു തീമാണ് കൊടുത്തിട്ടുള്ളത്. പണ്ട് നമ്മൾ അപ്പൂപ്പന്മാരുടെ കാലത്ത് അവരൊക്കെ ഇങ്ങനെ മ്യൂസിക് ഉപയോഗിക്കണം ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ ഈ ഒരു കമ്പ് ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് അവിടെ ഇങ്ങനെ കയറുന്നതോറും പാട്ട് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ തീമാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ കൂടും. യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ സ്കിപ്പ് അടിക്കാൻ തന്നെ മൊത്തം കാണാൻ ശ്രമിക്കുക, എന്നാൽ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരുണ്ടെങ്കിൽ വേഗം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പോൾ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ നാളെ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതാണ്. പിന്നെ പരമാവധി ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ടൂൾസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയ ഫയർ ലിങ്കാണ്. അപ്പോൾ എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ എന്തത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ZARCHIVER കൊണ്ട് ഒരു ആപ്പ് കയറ്റണം. അത് സിപ്പായും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്താൽ മതി, ഇല്ലാത്ത നിങ്ങൾ ZARCHIVER കയറ്റിയാൽ മതി. അപ്പോൾ അത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് കാണിക്കുക. മ്യൂസിക് വീഡിയോ മേക്കിംഗ് ടൂൾസ് എന്നാണ്. അത് ഒന്ന് ഈസി ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കാണും. അപ്പോൾ എക്സ്ട്രാക്ട് ഹിയർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഫോൾഡറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫുൾ സാധനങ്ങളുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ഫുൾ ടൂൾസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സിമ്പിളായി കിട്ടിക്കോളും. സോ ഗൈസ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് KINemaster കൊണ്ടൊരു ആപ്പ് ഉണ്ട്. ചിലരുടെ ഫോൺ അധികം കുറേ എടുത്താൽ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്താൽ മതി. പിന്നെ അതില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ ക്രിയേറ്റ് ന്യൂ കൊണ്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 16.9 അതൊന്ന് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോൾഡർ മ്യൂസിക് വീഡിയോ മേക്കിംഗ് ടൂൾസ് എന്നിട്ട് ഫോൾഡർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഫുൾ ടൂൾസും ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. 3 ദിവസത്തുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കുറേ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ബാക്ക് അടിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് കേസ് ലെയറിൽ കീഴിൽ ഏത് ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വിചാരിച്ചേക്കുന്നത് ആ ഫോട്ടോ നിങ്ങളുടെ ഗ്യാലറി എല്ലാത്തിൻ്റെ മീഡിയയിൽ കയറിയിട്ട് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സൂം ചെയ്തിട്ട് കറക്റ്റ് ആ പൊസിഷനിൽ വെക്കണം. നിങ്ങൾ ഏത് രീതിയിലാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ആ പൊസിഷൻ ഒന്ന് കറക്റ്റായി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് കുറച്ചടി പോയി കഴിഞ്ഞാൽ ബ്ലെൻഡിങ് കാണും. ബ്ലെൻഡിങ് കഴിഞ്ഞിട്ടൊന്ന് ഓവർലേന്ന് കാണും. പിന്നെ സ്ക്രീനിങ് കാണും. ഓവർലേ സ്ക്രീനിൽ ഇഷ്ടമുള്ളത് വെക്കാം. രണ്ട് വെച്ച ഒരേമായി തന്നെയാണ്. ഓവർലേയും സ്ക്രീനിലേക്ക് കുറച്ച് ഗുമ്മ് തോന്നുന്നു. സ്ക്രീൻ വെച്ചാൽ മതി. അപ്പോൾ സ്ക്രീൻ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര സെക്കൻഡാണ് ആഗ്രഹിക്കുന്നത് അത്ര ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 30 സെക്കൻഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 സെക്കൻഡ് അവിടെ വരെ വെച്ചിട്ട് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് വിടുകയാണ്. ഇവിടെ 30 സെക്കൻഡൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ബാക്കിയെല്ലാം എന്ത് ലെയർ അടിക്കുന്നത് ഫുള്ള് അത് നീക്കണം. ഇനി അടിക്കുന്ന ലെയർ ഫുള്ളാണ് നീക്കണം. പിന്നെ ഒരു സീഡിയുടെ ഒരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ സീഡിയുടെ ചിത്രങ്ങളൊന്ന് കയറി ചെയ്തിട്ട് ഇടുക. മൂണിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയിക്കാൻ മറക്കരുത്. അപ്പോൾ കേസ് നെക്സ്റ്റ് നമ്മൾ ഏത് പാട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ടൊന്നും നിങ്ങളുടെ മ്യൂസിക്കിൽ കയറിയിട്ട് സോങ്സ് കേട്ട പാട്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ CV ടോണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് ഭാഗം വരെ അതിൽ വേണമെന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് സൂം ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇത്ര ഭാഗം വരെ ഇവിടെ നിന്നാണ് വേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രിം മെസ്സേജ് പോയിട്ട് ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ ഒന്ന് കേട്ടുന്ന കുറച്ച് അമർത്തി പിടിച്ചിട്ട് തലക്കുകയോ നീട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ഭാഗം അതേമാതിരി തന്നെ ചെയ്യാണ്ട്. പക്ഷേ ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് കറക്റ്റാക്കിയിട്ട് ലാസ്റ്റ് ഭാഗത്തേക്ക് വിടാം. നെക്സ്റ്റ് കുറച്ച് അനിമേഷൻ്റെ പരിപാടിയാണ്. അപ്പോൾ അനിമേഷന് പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ആ CD ശരിയാക്കാം. ആ CD ഒന്ന് കുറച്ച് നമുക്ക് ഒരു 1-2 സെക്കൻഡ്സ് വ്യത്യാസത്തിൽ ഒന്ന് കൃത്യം പിടിക്കുക. ഒരു 1-2 സെക്കൻഡ് ഒരു ഇതിലായിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു കത്രികയുടെ ചിഹ്നം കാണും. അത് ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ടാവും. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൻ്റെ കൃത്യം അടി തന്നെയായിട്ട് പാട്ടും കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനായിട്ട് CD ലാസ്റ്റ് ഭാഗത്തേക്ക് അവിടെ ഒരു 2 സെക്കൻഡ് വ്യത്യാസം സ്പ്ലിറ്റ് ചെയ്യുക. പിന്നെ അവിടെ അതിൻ്റെ അടിയത്തെ പാട്ട് രണ്ടും അടിയത്തെ പാട്ട് നടുക്കത് സീഡറെ വിൽപ്പ് അടിത്ത പാട്ട് വയ്ക്കുക. കൃത്യം നടുക്കത് സീഡിലെ വിൽപ്പ് തന്നെ. പിന്നെ ഇതിൻ്റെ ഓവറാൾ എലിമിനേഷൻ ഉള്ളത് ക്ലോക്ക് വൈസ് കൊടുക്കുക. അപ്പോൾ നടുക്കത് CD മാത്രം കറങ്ങിക്കോളും. അപ്പോൾ പാട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ CD കറങ്ങാൻ തുടങ്ങും.
പിന്നെ അതിൻ്റെ സ്റ്റിക്കറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറേ എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഈ എഫക്റ്റാണ് ഇഷ്ടമായത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ എഫക്റ്റ് കറങ്ങുന്ന CD കറങ്ങുമ്പോൾ അതിനൊരു ഗുമ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഫക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കുക. ഈ എഫക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. KINemaster ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അറിയില്ല നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കി ഒരു ഷോർട്ട് വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ ലെയർ പോയിട്ട് നമ്മുടെ ഈ ചിഹ്നം നമ്മുടെ ഫോൾഡറിനെ കയറി പോയിട്ട് ഇങ്ങനത്തെ ചിഹ്നം ഉണ്ടാവും. അതൊന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് ഫുള്ളാക്കി വയ്ക്കുക. നീളം കറക്റ്റ് ഫുള്ളാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ കറക്റ്റ് ഒരു ആംഗിളിൽ കാണാൻ ഒരു ലുക്കുള്ള ഒരു ആംഗിളിൽ ആ ചിഹ്നം വയ്ക്കുക. നമ്മൾ ഒരു ആര മാർക്കാണ് അതിൽ പിടിച്ചരിച്ചിട്ട് നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് തോന്നുന്ന ഒരു രീതിയിൽ വയ്ക്കുന്നത് കാണുമ്പോൾ ഈ സാധനം കൊണ്ടൊരു ഭംഗിയുണ്ട്. പിന്നെ അനിമേഷൻ വരുമ്പോൾ ഒന്നുകൂടി ഭംഗി കൂടും. പിന്നെ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തിട്ട് നമ്മുടെ ആ പാട്ട് തുടങ്ങുന്ന സമയത്ത് സീഡയുടെ തലപ്പത്ത് കൊണ്ടുവയ്ക്കുക. എവിടെ നിന്നാണ് പാട്ട് തുടങ്ങുക? അപ്പോൾ സീഡയുടെ തലപ്പത്ത് കൃത്യം തലപ്പത്ത് കൊണ്ടുവയ്ക്കുക. പിന്നെ ഈ പ്രത്യേകം ശ്രദ്ധിക്കണം മേളത്തെ CD മേളത്തെ നടുക്കത്തെ സീഡിയുടെ കറക്റ്റ് വലുപ്പത്തിൽ ആ പാട്ടും വയ്ക്കുക. ആ നടുക്കത്തെ CD എത്ര ദൂരമുണ്ട് അത്ര ദൂരത്തിൽ തന്നെ ആ പാട്ടും പോയിട്ട് കറക്റ്റ് ആ നീളത്തിൽ തന്നെ അവിടെ പാട്ടും വയ്ക്കുക. അപ്പോൾ കേസ് ഞാൻ നടുക്കില്ല മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ കീയിൽ തന്നെ കൊടുത്തിട്ട് അവിടെ പ്ലസ് നമുക്ക് കറക്റ്റ് ആംഗിൾ തന്നെ കൊടുത്തേക്കുക. നമ്മുടെ എവിടെയാണ് ആ സാധനം അവസാനിക്കുന്നത് ലാസ്റ്റിക്ക് ആ കീ ക്ലിക്ക് ചെയ്ത് പ്ലസ് കൊടുത്ത് ചെയ്യുന്നുണ്ട്. ആ ലാസ്റ്റിക്ക് ആ തലക്കിക്ക് വയ്ക്കുക. സീഡർ നടുഭാഗത്തിൻ്റെ കുറച്ച് അടിക്കൊക്കെ ആയിട്ട് വയ്ക്കുക. പിന്നെ തൊട്ടപ്പത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് തന്നെ തൊട്ടപ്പത്തന്നെ ക്ലിക്ക് ചെയ്ത് പ്ലസ് കൊടുത്തിട്ട് ബാക്ക് തന്നെ കൊണ്ട് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം കണ്ടിട്ട് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ ഞാൻ രണ്ടാമത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതിന് ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആംഗിളിൽ വന്നോളൂ. വീഡിയോ ചെയ്യുന്ന സമയത്ത് CD ബാക്ക് ചെയ്യുക വന്നോളും. അപ്പോൾ ഇതിൻ്റെ കീനെ കുറിച്ച് നേരെ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ മനസ്സിലാവേണ്ടത് തീർച്ചയായും കമൻറ്റ് ഞാൻ വേറെ വീട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ രണ്ടാമതാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ട് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. മറ്റേ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസ് ഒന്നും കറക്റ്റ് ആയില്ലേക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗം തീർച്ചയായും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഗൈസ് വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ മറ്റു ലൈക്ക് അടിക്കുക. പിന്നെ തൊട്ടപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പോൾ നോട്ടിഫിക്കേഷൻ മോണിൽ ആളിലും സെലക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ പരമാവധി ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടുന്ന ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതേപോലെ വെറൈറ്റി കണ്ടായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ടേക്ക് കെയർ, ബൈ.